ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചിന്നുവിന് പണി കൊടുക്കാൻ നോക്കിയ ചന്ദ്രയ്ക്ക് ഉഗ്രം പണി തന്നെ തിരിച്ചു കിട്ടി. വാഷിംഗ് മെഷീൻ കേടാക്കിയ ചന്ദ്രയെ കൊണ്ട് ആരി നിർബന്ധിച്ച് തുണി അലക്കുകയാണ്. ഇതിനിടയിൽ ചിന്നുവിന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വിളിച്ച മഞ്ജുവിനോട് ചന്ദ്ര ദേഷ്യപ്പെടുന്നുമുണ്ട്. പിന്നീട് മഞ്ജു ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആ സ്പെഷ്യൽ പച്ചമാങ്ങ ജ്യൂസ് വളരെ സന്തോഷത്തോടെയാണ് രമ്യ വാങ്ങി കുടിക്കുന്നത്. നല്ല പുളിയുള്ള ജ്യൂസ് കുടിച്ചു തീർത്തതും പെട്ടെന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രമ്യയ്ക്ക് തലചുറ്റൽ അനുഭവപ്പെടുന്നത്. കണ്ണുകൾ തള്ളി ബോധം കെട്ട രമ്യ പെട്ടെന്ന് തന്നെ അവിടെയുള്ള സോഫയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട മഞ്ജുവും രുക്കും ഒക്കെ ആകെ പരിഭ്രാന്തരായി രമ്യയെ കുറെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും രമ്യ കണ്ണു തുറക്കുന്നില്ല. ബോധമില്ലാതെ കിടക്കുന്ന രമ്യയെ നോക്കി നിൽക്കുമ്പോഴാണ് രുക്കുവിന് ആ ഒരു വലിയ സംശയം തോന്നുന്നത്. പുളിയുള്ള മാങ്ങയോടുള്ള രമ്യയുടെ പെട്ടെന്നുള്ള താല്പര്യവും ഈ ഒരു തലചുറ്റലും കൂട്ടി വായിക്കുന്ന രുക്കു രമ്യയ്ക്ക് ഗർഭത്തിന്റെ ലക്ഷണങ്ങൾ വലുതുമാണോ എന്ന് മഞ്ജുവിനോട് ചോദിക്കുകയാണ്. രുക്കുവിന്റെ ചോദ്യം കേട്ടതും മഞ്ജുവിന്റെ ഉള്ളിൽ ഒരു തീ കോരിയിട്ടതുപോലെയായി. രമ്യ എങ്ങാനും പ്രഗ്നന്റ് ആയാൽ പിന്നെ ഈ വീട്ടിലെ സകല പരിഗണനയും അവൾക്കായിരിക്കുമെന്നും തങ്ങളുടെ സ്ഥാനം ഇല്ലാതാകുമെന്നും മഞ്ജു കണക്ക് കൂട്ടുകയാണ്. രമ്യ ഇവിടെ സ്റ്റാർ ആയാൽ അവളെ പരിചരിക്കേണ്ടി വരുന്നത് തങ്ങളായിരിക്കുമല്ലോ എന്നോർത്ത് ഇരുവരും ആകെ ടെൻഷനിലാകുന്നു. എന്തായാലും രമ്യ പ്രഗ്നന്റ് ആകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വർഷം ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാമെന്ന് വരെ ഇവർ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഇതിനിടയിൽ മഞ്ജു ഫോൺ വിളിച്ച് വിവരം പറഞ്ഞതനുസരിച്ച് മുകുന്ദൻ വളരെ വേഗത്തിൽ ഒരു ലേഡി ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് അമ്പാട്ട് വീട്ടിലേക്ക് എത്തുന്നു. മുകുന്ദനും ഡോക്ടറും എത്തുമ്പോഴേക്കും രമ്യയ്ക്ക് ചെറുതായി ബോധം വന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ കിടത്തി ഡോക്ടർ രമ്യയെ കൃത്യമായി പരിശോധിക്കുമ്പോൾ തങ്ങൾ വളരെ സാഹസികമായാണ് രമ്യയെ പിടിച്ചതെന്നും മാങ്ങയ്ക്ക് നല്ല വിലയുള്ള ഈ സമയത്ത് ജ്യൂസ് അത്രയും പാഴായി പോയെന്നും മഞ്ജു അവിടെ വെച്ച് തമാശ പറയുന്നുണ്ട്. അങ്ങനെ പരിശോധനയ്ക്ക് ശേഷം BP-യിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും രമ്യ ഗർഭിണിയല്ലെന്നും രാവിലെ നേരെപാടിന് ആഹാരം കഴിക്കാത്തത് കൊണ്ടുള്ള വെറും ക്ഷീണം മാത്രമാണ് ഈ തലചുറ്റലിന് കാരണമെന്നും ഡോക്ടർ വിധി എഴുതുന്നു. ഡോക്ടറുടെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് അതുവരെ നെഞ്ചിടിപ്പോടെ നിന്ന് മഞ്ജുവിനും രുക്കുവിനും ശ്വാസം നേരെ വീഴുന്നതും ആശ്വാസമാകുന്നതും. അതേസമയം സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചതുകൊണ്ട് മകൻ ആരോമലിന് എന്തോ വലിയ അവാർഡ് കിട്ടിയെന്ന ഭാവത്തിലാണ് ചന്ദ്ര പ്രിൻസിപ്പലിന്റെ മുന്നിലെത്തുന്നത്. പക്ഷേ ആരോമൽ ഇപ്പോൾ ഉഴപ്പനാണെന്നും 2 പരീക്ഷയ്ക്ക് തോറ്റെന്നും എന്നും പരാതികൾ മാത്രമാണ് ഇവനെക്കുറിച്ചുള്ളതെന്നും പ്രിൻസിപ്പൽ പറയുമ്പോൾ ചന്ദ്രയുടെ സകല ഗർവം തീരുകയാണ് കേട്ടോ. അതിനുശേഷം സ്കൂളിൽ നിന്ന് നേരിട്ട കടുത്ത നാണക്കേടിന് പിന്നാലെ ആരോമലിനെയും കൂട്ടിയാണ് ചന്ദ്ര വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. സ്വന്തം മകനെ എല്ലാ കാര്യത്തിലും ഒന്നാമനാണെന്ന് അഹങ്കരിച്ചിരുന്ന ചന്ദ്രയ്ക്ക് അവൻ പഠിത്തത്തിൽ വളരെ മോശമാണെന്നും സ്കൂളിലെ ഒരു റൗഡിയെ പോലെയാണ് പെരുമാറുന്നതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞത് ഒട്ടും താങ്ങാൻ കഴിയുമായിരുന്നില്ല. വലിയ ദേഷ്യത്തിലും സങ്കടത്തിലുമാണ് ചന്ദ്ര വീട്ടിലേക്ക് കയറി വരുന്നത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ ചന്ദ്ര ആരോമലിനോട് കടുത്ത ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. എല്ലാ വിഷയത്തിലും A+ വാങ്ങുന്ന മകനെ ഓർത്ത് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ ചെന്ന തനിക്ക് പ്രിൻസിപ്പലിന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വന്ന നാണക്കേട് ചന്ദ്ര ആക്രോശത്തോടെ ഓർമ്മിപ്പിച്ചു. ദേഷ്യം സഹിക്കവയ്യാതെ ചന്ദ്ര മകനെ വഴക്ക് പറയുകയും അവനെ തല്ലാനായി കൈയൊങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ എപ്പോഴും പേടിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന ആരോമലല്ലായിരുന്നു അത്. തന്നെ തല്ലാൻ വന്ന അമ്മയുടെ മുന്നിൽ അവൻ സകല നിയന്ത്രണവും വിട്ട് തിരിച്ചു സംസാരിക്കാൻ തുടങ്ങി. വീട്ടിൽ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കിടുകയും അടിപിടി ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ തനിക്കത് ചെയ്തുകൂടെ എന്ന ആരോമലിന്റെ ചോദ്യം ചന്ദ്രയെ ഞെട്ടിച്ചു കളഞ്ഞു. മാതാപിതാക്കളുടെ ദിവസേനയുള്ള വഴക്കുകളാണ് തന്റെ ഈ മാറ്റത്തിന് കാരണമെന്ന് അവൻ തുറന്നടിക്കുകയാണ് കേട്ടോ. മകന്റെ തറുതല കേട്ട് ദേഷ്യം ഇരട്ടിച്ച ചന്ദ്ര അവനെ വീണ്ടും ക്രൂരമായി തല്ലാനാഞ്ഞു. ഈ സമയം പ്രശ്നം വഷളാകുന്നത് കണ്ട് തടയാൻ ഓടിയെത്തിയതായിരുന്നു ചിന്നു. എന്നാൽ ദേഷ്യം മൂത്തു നിന്ന ചന്ദ്ര ചിന്നുവിന്റെ കൈ പിടിച്ചു മാറ്റുകയും അവളുടെ മുഖത്തൊരടി കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ടും പിന്മാറാതെ ചിന്നുവും ആര്യയും ചേർന്ന് ആരോമലിനെ ചന്ദ്രയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമിൽ വെച്ച് ചിന്നുവും ആര്യയും ചേർന്ന് അവനെ ആശ്വസിപ്പിക്കാനും സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് ആര്യ പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം നന്നാകട്ടെ എന്നിട്ട് എന്നെ നന്നാക്കാൻ വരട്ടെ എന്നായിരുന്നു ആരോമലിന്റെ മറുപടി. സ്വന്തം കുടുംബ സാഹചര്യം ഓർത്ത് കടുത്ത മാനസിക വിഷമത്തിലുള്ള ആരോമൽ തനിക്ക് ആരുടെയും ഉപദേശം കേൾക്കണ്ടെന്ന് പറഞ്ഞ് 2 ചെവിയും പൊത്തിപ്പിടിച്ച് എല്ലാവരോടും റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അലറി വിളിക്കുകയാണ്. ആരോമൽ അങ്ങനെ ബഹളം വെച്ചതോടെ അവൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്നുവും ആര്യയും റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ഈ സമയം കോടതിയിൽ നിന്നും വിജയശങ്കർ സന്തോഷത്തോടെ വീട്ടിലെത്തി. ആരോമലിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ആര്യ പറയാൻ തുടങ്ങിയെങ്കിലും ചന്ദ്ര അത് തടഞ്ഞു. ആരോമലിന് എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ടെന്നും സ്കൂളിൽ അവൻ ഭയങ്കര ഡിസിപ്ലിൻ ആണെന്നും ചന്ദ്ര നുണ പറയുകയാണ് വിജയശങ്കറിനോട്. സത്യാവസ്ഥ വിജയശങ്കർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് കരുതി ചിന്നുവിനെയും ആര്യയും ചന്ദ്ര ഭീഷണിപ്പെടുത്തി വായടപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് അർച്ചന ചിന്നുവിനെ ഫോൺ വിളിച്ച് ഗേറ്റിന് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. അർച്ചനയെ കാണാൻ ചിന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
ചന്ദ്രയും വിജയശങ്കറും അവിടെ എത്തി. അമ്മയെ കാണാൻ ഗേറ്റ് വരെ പോവുകയാണെന്ന് ചിന്നു പറഞ്ഞപ്പോൾ വിജയശങ്കർ ചിന്നുവിനെ തടയുകയാണ് ചെയ്യുന്നത്. ചിന്നുവിനെ തനിച്ച് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തിരിക്കാനാണ് അർച്ചന നോക്കുന്നതെന്നും അതിവിടെ അനുവദിക്കില്ലെന്നും വിജയശങ്കർ പറയുന്നുണ്ട്. സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അർച്ചന ഇങ്ങോട്ട് കയറി വരട്ടെ, നീ അങ്ങോട്ട് പോകണ്ടെന്ന് വിജയശങ്കർ ആവശ്യപ്പെടുകയാണ്. എന്നാൽ വിജയന്റെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ അർച്ചന അകത്തേക്ക് വരുന്നു. ചിന്നുവിനെ മാറ്റിയെടുക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അങ്ങനെ വേണമെങ്കിൽ പണ്ടേ ചെയ്യാമായിരുന്നു എന്നുമാണ് അർച്ചന മറുപടി കൊടുക്കുന്നത്. ഇതിനിടയിൽ ചന്ദ്ര അർച്ചനയെ കളിയാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അർച്ചന അതൊന്നും ഗൗനിക്കുന്നില്ല. താൻ വന്നത് ചിന്നുവിന്റെ കോളേജ് മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് അർച്ചന പറയുന്നു. കുട്ടികൾ ഒരു കാര്യം പറയുമ്പോൾ അത് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെടണം. ചിന്നു കോളേജ് മാറുന്നതിന്റെ കാരണം തനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷെ വിജയശങ്കർ തനിക്കത് ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതാണെന്ന് അർച്ചന തിരിച്ചു പറയുന്നു. എന്നാൽ ഒടുവിൽ ചിന്നുവിനോട് ചില വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അവളുടെ സന്തോഷത്തിനായി ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ താൻ തീരുമാനിച്ചതായിട്ട് തന്നെ അർച്ചന പറയുകയാണ്. അർച്ചനയുടെ ഈ മാറിയ ഭാവം കണ്ട് ചിന്നു അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം.